ഇസ്ലാം സ്വീകരിച്ച എന്റെ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മള് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പലരും ചോദിച്ചുകൊണ്ടാണ് 6:35 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നേരത്തെ ജോയിൻ ചെയ്തവർക്ക് അതൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യലായിരിക്കും. ഏതായിരുന്നാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിന്. ഇന്ന് നമ്മൾ പറയുന്നത്, എന്റെ വോയിസ് കറക്റ്റ് ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, ഉച്ചത്തിൽ പറയണമെങ്കിൽ പറയണം. ഓക്കെ. അപ്പോ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത്. ദ ലൈറ്റ് ഐ ഫൗണ്ട് ഇൻ ലേണിംഗ് എന്നതായിരുന്നു. എൻ്റെ പഠനത്തിനൊടുവിൽ ഞാൻ കണ്ടെത്തിയ ആ ഒരു വെളിച്ചം എന്നതായിരുന്നു വിഷയം. ഇൻഷാ അല്ലാഹ് അതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രത്യേക ഒരു സമയത്ത് ഞാൻ അങ്ങോട്ട് അറിയുന്നു, അപ്പോഴത്തേക്ക് എന്നിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. വളരെ സ്ലോ ആയിട്ട് ചെറിയ ചെറിയ ചേഞ്ചസുകളാണ് എന്നിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പെറുക്കിയെടുക്കുമ്പോഴും ആ ഒരു എന്താ പറയാ, ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം ഇങ്ങനെ ഞാൻ കേട്ടു, അതിന് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളത് പറയാൻ എനിക്കില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു സാധാരണ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ ഇടപഴകുന്ന ഒരു ജീവിത രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ ചുറ്റുവട്ടം വളരെ കുറച്ച് മുസ്ലിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ഹിന്ദുക്കളിൽ നിന്നും പല കാര്യങ്ങളും മുസ്ലിംസും, മുസ്ലിങ്ങളിൽ നിന്ന് നമ്മളും ഒക്കെ കേൾക്കുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അത്രയും ഓപ്പൺ ആയിരുന്നു. എല്ലാ ഉത്സവങ്ങളായിരുന്നാലും മറ്റു കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടാടുന്ന അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പല കാര്യങ്ങളും നമ്മൾ പല സന്ദർഭങ്ങളിലും കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് അങ്ങാടിയിൽ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ, ഒരു കുഞ്ഞു ഗ്രാമമാണ് എൻ്റെത്. അപ്പൊ അത് പല തവണയായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കേൾവികളെല്ലാം തന്നെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ചിന്ത നൽകുകയും അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ സ്ലോ ആണ്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാവുമ്പോ തന്നെ എന്നിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാല്, എനിക്ക് ആകാശം നിരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ആകാശം ഭയങ്കര അത്ഭുതം ആയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ഇഷ്ടമൊക്കെ എന്റെ കുട്ടികളിലേക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏഹ് അപ്പോ ആകാശം ഇങ്ങനെ കാണുമ്പോൾ എന്റെ എന്താ പറയാ, നോക്കി നോക്കി, ആ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ നോക്കി 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 എന്റെ കഴുത്ത് വേദന എടുക്കും. അങ്ങനെ ഞാൻ ആകാശത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പൊ രാത്രി പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങും. പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ തറവാട്ട് വീട്ടിലൊക്കെ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ആകാശാണ്. അപ്പൊ ഞങ്ങള് ക്ലാസ് ഇല്ലാത്ത ദിവസം, ഇപ്പോ ഞായറാഴ്ച ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസം തലേ ദിവസം അവിടെ പോയി നിൽക്കാറൊക്കെ ഉണ്ട് തറവാട്ടില്. അപ്പോ അവിടെ എല്ലാവരും ഇതേപോലെ മുറ്റത്തിറങ്ങി നിൽക്കും. പല കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വാന നിരീക്ഷണം ഉണ്ട്, സ്കൈ വാച്ചിങ് ഉണ്ട്. അതില് പിന്നെ ചേച്ചി ഉണ്ടാവും, അതുപോലെ തന്നെ അച്ഛന്റെ ജ്യേഷ്ഠൻ, വല്യച്ഛൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. വല്യച്ഛൻ മാഷാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചോദിക്കും, ആകാശത്തുള്ള പല നക്ഷത്രങ്ങളെ കുറിച്ച് ചോദിക്കും. ആ ഒരു കാഴ്ചയും ആ ഡിസ്കഷനും ഒക്കെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആകാശത്തൊരു എന്താ പറയുക, ഒരു ലൈറ്റിംഗ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നക്ഷത്രമല്ല, നക്ഷത്രത്തിന്റെ താഴെയായിട്ടാണ് പോണത്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. അത് വല്യച്ഛൻ നമ്മൾ സാറ്റലൈറ്റ് ആണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാന് 2 തവണയായിട്ട് എന്റെ ആ ഒരു ലൈഫില്, അതിനുശേഷം വേറെയും കണ്ടിട്ടുണ്ട്. 2 തവണയായിട്ട് ഞാന് മറ്റേ ഷൂട്ടിംഗ് സ്റ്റാർ ഇല്ലേ, വാൽനക്ഷത്രത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകാശം എന്നെ ഇങ്ങനെ ഇവിടുന്ന് നോക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആകാശം എന്ന് പറയുന്നത് ഭയങ്കര വിശാലമായ അത്ഭുതം പൊളിക്കുന്ന, സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും എന്താ പറയാ, ഫുൾ മൂണൊക്കെ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. ഇപ്പൊ എന്താ പറയാ, പണ്ട് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി രാത്രി ആകാശത്തിലെ ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും.
എന്താ പറയാ ഇന്നത്തെ ഒരു ജനറേഷനിൽ നിന്ന് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ചോറ് കൊടുക്കണമെങ്കിൽ മൂണിനെ കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലെ, അമ്പിളിമാമൻ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു കൗതുകത്തിലാണ് കുട്ടി ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് കുട്ടി നമ്മൾ ചിലപ്പോൾ ടാബോ ഫോണോ ഒക്കെ കാണിച്ചു കൊടുത്താൽ അതിൽ കാർട്ടൂൺസ് ഒക്കെ കാണിച്ച് ആ അത്ഭുതത്തിലാണ് ഒരു അത്ഭുതം കൊള്ളിക്കുക. കാരണം കുട്ടീനെ ഈ ശ്രദ്ധയിൽ നിന്ന് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നവരിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പോ അത്രത്തോളം ആകാശം അത്ഭുതമായിട്ട് ഉള്ള ഒരു സാധനമാണ്. അന്ന് എന്റെ സ്വപ്നങ്ങളിലൊക്കെ തന്നെയും ഇതാണ് ഉണ്ടാവുക. ഭൂമിയിലൂടെ ബസ്സിലൊക്കെ പോണ ഞാന് കുറച്ച് കഴിയുമ്പോൾ ആ ബസ് അങ്ങനെ നേരിട്ട് ആകാശത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ ആകാശത്തിന്റെ കാഴ്ചകളാണ് കാണാറുണ്ടായിരുന്നത്. അങ്ങനെ സ്ഥിരം അമ്മേനോട് പറയുന്ന സ്വപ്നങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇന്ന് ആകാശാണ് കണ്ടത് സ്വപ്നം എന്നുള്ളത്. എന്റെ ബസ് നേരിട്ട് ആകാശത്തേക്ക് പോയി. ആകാശത്ത് കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ആകാശം എന്ന് ഞാൻ പറയാ. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ചില സൗരയൂഥത്തിന്റെ ക്ലാസ്സസ് അതുപോലെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് വരുമല്ലോ. ആ സമയത്തൊക്കെ ഇനി എന്താ ഉണ്ടാവുക, ഇതിനെന്താ അതിനകത്ത് എക്സ്ട്രാ ഉള്ളത് എന്ന് ഇങ്ങനെ ആദ്യം നമ്മളൊരു സൂര്യനെ വരയ്ക്കും. പിന്നെ ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ വട്ടം 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 വരച്ചിട്ടാണല്ലോ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുമല്ലോ. അങ്ങനെ അതൊക്കെ അടയാളപ്പെടുത്തുന്നത് എന്താണ് അന്നത് മാത്രമായിരുന്നു അറിയണ്ടായിരുന്നത് ഈ ഒരു വളയം. പിന്നെ അതിനുശേഷം ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ട് പഠിച്ചു. ഞാൻ BSc ഫിസിക്സ് എടുക്കാനുള്ള കാരണം, ഞാൻ ഡിഗ്രി ഫിസിക്സ് എടുക്കാനുള്ള കാരണം തന്നെ എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഡിഗ്രിക്ക് ആ ഒരു ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാല് അന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അദ്ദേഹം സാറ് ഒരു എന്താ പറയാ ഒരു ഖഗോള ശാസ്ത്രജ്ഞൻ എന്ന് പറയില്ലേ, ഇങ്ങനെ ജ്യോതിഷവും എല്ലാം പഠിച്ചിട്ടുള്ള ഒരു ആളെ കൊണ്ടുവരികയും എന്നിട്ട് ഞങ്ങൾക്ക് ആകാശത്തുള്ള ഓരോ നക്ഷത്രങ്ങളെയും ഞാൻ പഠിച്ചത് മമ്പാട് MES കോളേജിലാണ്. അവിടെ കുറച്ച് കാട് പ്രദേശമാണ്, കുറച്ച് ഉയരമുള്ള ഫുൾ അവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയ രാത്രി ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് അദ്ദേഹം ഒരു ടോർച്ച് ഭയങ്കര പോയിന്റ് ചെയ്യുന്ന ഭയങ്കര ലൈറ്റുള്ള ഷാർപ്പായിട്ടുള്ള ഒരു പിന്നെ ടോർച്ച് വെച്ചിട്ട് അദ്ദേഹം ഈ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങളെയും കാണിച്ചു തന്നു. എന്നിട്ട് ഓരോ നക്ഷത്രങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാസയായിട്ട് കണക്ഷൻ ഉള്ള പിന്നെ മലപ്പുറത്തുള്ള ഒരാളുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയിരുന്നു. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് കാലുകുത്തിയ ആ വീഡിയോസ് ഒക്കെ നാസ അവർക്ക് നേരിട്ട് അയച്ചു കൊടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഭൂമിയും ചന്ദ്രനും ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ എന്നിലേക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിച്ച സമയത്താണ് ഞാൻ ഡിസ്കവറി ചാനൽ കാണാൻ തുടങ്ങിയത്. ഡിസ്കവറി ചാനൽ ഉണ്ടല്ലോ, പിന്നെ ആനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ചാനലൊക്കെ. അതിൽ ഇതേപോലെ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണുന്ന ശരിക്കും അതിന്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്ന രീതിയിലായപ്പോൾ അതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര അത്ഭുതം. എന്താണിത്, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രപഞ്ചം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒന്നും എന്താ പറയാ ചിന്തകൾക്ക് എന്താ പറയാ കിട്ടാത്ത, ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിന്റെ മുകളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ ഒരു തവണ പിന്നെ അമ്മയ്ക്ക് ആനിമൽ പ്ലാനറ്റ് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഈ അക്വാട്ടിക് ആനിമൽസ് ഉണ്ട്, ഇങ്ങനെ കടലിന്റെ അടിയിലുള്ള ജീവികളെ കാണിക്കുക, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു തവണ എനിക്ക് അതും ഇഷ്ടമാണ്, പക്ഷെ അതിലേറെ എനിക്ക് യൂണിവേഴ്സ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഒരു തവണ ഇതിങ്ങനെ കാണുന്ന സമയത്ത് അമ്മ പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വന്നു നോക്കിയപ്പോ കണ്ടത് എന്താ, നമ്മൾ കുട്ടികൾ എന്താ കാണുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കുമല്ലോ ഉമ്മമാര്. അങ്ങനെ അമ്മ വന്നു നോക്കുന്ന സമയത്ത് ഒരു മീനിനെയാണ് അമ്മ നിറയെ ഇങ്ങനെ ഭയങ്കര ഒരു വയലറ്റ് കളർ, വയലറ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക കളർ. ആ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറിൽ കുറേ മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പായണാണ് കണ്ടത്. അപ്പൊ അമ്മ ഒരു വന്ന നോട്ടത്തിൽ ഫസ്റ്റ് ഒരു കമന്റ് പറഞ്ഞു, ഓ പെയിന്റ് കൊടുത്ത പോലല്ലേ, പെയിന്റ് ചെയ്ത പോലെ, കളർ ഉണ്ടല്ലോ അങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചത് പോലല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ചിന്ത വന്നു, ഇത് പെയിന്റ് ചെയ്യണമെങ്കിൽ ഒരാൾ പെയിന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ചിന്ത വന്നു, ഇത് പെയിന്റ് ചെയ്തത് ആരായിരിക്കും? അങ്ങനെ ഒരു സാധനം മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, ഒരു സാധനം നമ്മൾ കാണുമ്പോൾ നമ്മളത് അത്ഭുതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക ഇത് ആര് ചെയ്തു, ഇത് ആരുണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ടേബിളിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാക്കി വെക്കും അല്ലെ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇത് എന്താണെന്ന് ചോദിക്കണം, ഇത് ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കണം. ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെക്കറേഷൻ അതിങ്ങനെയാണ് വരുന്നത്. ഒരു ഭക്ഷണം അത് സെർവ് ചെയ്യുന്നതിൽ അല്ല, അതൊരു നമ്മളൊരു ബൗളിനകത്തേക്ക്
പാത്രത്തിനകത്തേക്ക് നമ്മൾ ഒഴിക്കുമല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് നമ്മൾ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് ഭംഗിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കും. ഇതെന്ന് പറഞ്ഞാൽ ഡെക്കറേഷനാ. കാണുമ്പോൾ ഒരു രസം തോന്നാൻ. ഇത് കാണുമ്പോൾ ഇത് ആരാ ചെയ്തത് എന്ന് ചോദിക്കും. സ്വാഭാവികമാണ്. എന്തായിരുന്നാലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ആരാ എഴുതിയത്, ഇത് ആരാ കമ്പോസ് ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കും. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ആരാ വരച്ചത് നമ്മൾ ചോദിക്കും. അത് മനുഷ്യന്റെ ഉള്ളിൽ എഴുതി വെച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു കുട്ടി ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇതെന്താ ഇതെന്താ എന്നുള്ളതാ. അതേപോലെ ആ സാധനം നമ്മളുടെ ഉള്ളിലുണ്ട്. ഇതെന്താ, ഇത് ആരുണ്ടാക്കിയത് എന്നുള്ളൊരു സാധനം. അപ്പൊ ആ ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോ എനിക്കും തന്നെ ഇത് ആരാവും പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു സാധനം വന്നു. അതേപോലെ തന്നെ ആയിരുന്നു യൂണിവേഴ്സ്. ഇത് എങ്ങനെയാണ് ഇത് കറങ്ങുന്നത്, ഇത് ആരത് കറക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് എന്താ ഇതിന്റെ ഉള്ളിലുള്ള മാജിക് എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്കറിയാം നമ്മള് പാർക്കുന്ന ഈ ഒരു കുഞ്ഞു സ്ഥലം അല്ലെ, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, നിങ്ങളൊക്കെ നിങ്ങളുടേതായ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ജില്ലയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഉയർന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയെ കാണാം, നമ്മളുടെ എന്താ പറയാ ഭൂഖണ്ഡത്തിനെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഭൂമിയെ കാണാം. അതിന് മുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ ചുറ്റും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിനെ നമ്മൾ എന്ത് പറയണത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, സൗരയൂഥം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഉണ്ട്. ആ ഗാലക്സിന്റെ പേരാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ഗാലക്സികൾ ഉണ്ട് ഈ പ്രപഞ്ചത്തില്. അങ്ങനെ ഒരു വലിയ വിശാലമായ വേറെ പ്രപഞ്ചങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മൾ എത്ര നിസ്സാരന്മാരാണ് ഈ ഒരു വലിയ പ്രപഞ്ചത്തിനകത്ത് ഒരു കുട്ടി 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 കുട്ടിയായിട്ട് വന്ന് ഭൂമിനകത്ത്. അതിനകത്ത് ഭൂമി വളരെ നിസ്സാരമാണ് ഈ പ്രപഞ്ചത്തിനകത്ത്. ആ നിസ്സാരമായ ആ ഭൂമിനകത്ത് ഏറ്റവും നിസ്സാരമായിട്ട് അങ്ങനെ 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 പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ നിൽക്കുക. അവിടെയാണ് നമ്മൾ എന്നുള്ള ഞാൻ എന്ന ഭാവമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പം അത്രയും നിസ്സാരന്മാരാണ് നമ്മൾ ഓരോരുത്തരും, മനുഷ്യൻ എന്നുള്ള നമ്മൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു പ്രപഞ്ചത്തിനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നിസ്സാരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അള്ളാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സും അതുപോലെ തന്നെ ഞാൻ പ്രകൃതിയിലേക്ക് നോക്കാറുണ്ടായിരുന്നു. ഈ ഇലകളും പൂക്കളും ചെടികളും ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എനിക്കറിയില്ല, ആ ഒരു പ്രായത്തില് ഇങ്ങനെ നടക്കുമായിരുന്നു. അന്ന് ഈ ഫോണും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം. ഞാൻ പറയാറുണ്ട് ചിലപ്പോ കുട്ടികളുടെ അടുത്ത്, ഈ ഉച്ചനേരത്തൊന്നും മക്കൾ ഉറങ്ങില്ലല്ലോ, പക്ഷെ എനിക്കിപ്പോഴൊക്കെ ഉറക്കം വരും. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ഉറക്കം വരില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ തറവാട്ടിൽ കൂടെയൊക്കെ കുറെ തൊടിയൊക്കെ ഉണ്ടാവുമല്ലോ പണ്ട്, അതിലൂടെയൊക്കെ ഇങ്ങനെ ഓരോ മരങ്ങളെയും അത്രയും പരിചയമായിരുന്നു, ഓരോ സ്ഥലവും അത്രയും ഇഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ അങ്ങനെ നടക്കും. അപ്പൊ എല്ലാ മരങ്ങളോടും ചെടികളോടും പൂക്കളോടും ഒക്കെ സംസാരിക്കും. അതിന് പേരക്ക ഉണ്ടെങ്കിൽ പേരക്ക പറിക്കും, അത് കഴിക്കും. അങ്ങനെ അങ്ങനെ നടന്നിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ പ്രകൃതിയായിട്ട് അത്രയും ബന്ധം ഉണ്ടായിരുന്നു എന്നർത്ഥം. ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും ഒക്കെ ഇതിനോട് നമുക്ക് എന്ത് ഒരു ഭയങ്കരമായ ഇഷ്ടം. ആ ഒരു കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുമല്ലോ, ചെടികളുടെ ഇലകളിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്നുള്ളത്. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫോട്ടോസിന്തസിസിലാണ് ഓരോ ചെടിയുടെയും അടുക്കളയാണ് ഇല. ആ ഇലക്കകത്തു നിന്നാണ് ഇവർ പാചകം ചെയ്യുന്നത്. അതിന്റെ എനർജിയാണ് ഓരോ മരത്തിനും കിട്ടുന്നത്. അപ്പൊ ഓരോ ഇല കാണുമ്പോഴും എനിക്ക് അത്ഭുതം, ഇതിനകത്ത് ഇത് നടക്കുന്നുണ്ടല്ലോ. നമുക്ക് കാണാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ അതിന്റെ സയൻസ് നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഓരോ പൂവാണെങ്കിലും ഓരോ കായാണെങ്കിലും എല്ലാത്തിനും ഇവിടെ ഓരോരോ കാര്യങ്ങൾ, ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു കവിതയാണ് തോന്നുന്നു എടുക്കുന്നത്. കവിത എടുത്ത സമയത്ത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, പ്രകൃതി എന്ന് പറഞ്ഞാല് അത് എപ്പോഴും അപൂർണമായിരിക്കും. പ്രകൃതിക്ക് ഇപ്പൊ നമ്മളൊരു ഇല, ടീച്ചർ പറഞ്ഞ ഉദാഹരണം എങ്ങനെയാണ്, ഒരു പൂവോ ഇലയോ പ്രകൃതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പുഴുക്കുത്തുണ്ടായിരിക്കും, അതിന്റെ ഇലകൾ ചിലപ്പോൾ ചുരുണ്ടിട്ടുണ്ടായിരിക്കും, അത് ഏതെങ്കിലും ജീവി വന്ന് കടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലയും ഒക്കെ പ്രകൃതിയിൽ ഉണ്ടാവില്ല. അതിനകത്ത് ചിലപ്പോൾ അതിന്റെ അടിയിൽ എന്തേ ഉണ്ടാവും, പുഴുവിന്റെ മുട്ട ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഇംപെർഫെക്ഷൻ ആണ്, ആ ഒരു അപൂർണതയാണ് പ്രകൃതിയുടെ പൂർണ്ണത എന്ന് പറഞ്ഞു തന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആ അപൂർണത ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നതാണ് ടീച്ചറുടെ വാദം. ആ അപൂർണത എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടേതാണ്, അതൊരിക്കലും പൂർണ്ണമല്ല. ആ പൂർണ്ണമാകാത്തതാണ് അതിന്റെ അപൂർണത. അത് ഉണ്ടാക്കാൻ കഴിയുന്നത്
അത് അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് മാത്രമാണ് എന്നുള്ളൊരു സാധനം അങ്ങനെ കിട്ടി. അത് ഞാൻ ഇപ്പോഴും കൊണ്ടുനടക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് എന്നിൽ ഉണ്ടാക്കിയ ഒരു ഞാൻ എത്രത്തോളം അതിനകത്ത് ഇരുന്നു എന്നുള്ളതാണ്. ആ ചിന്ത എന്നിൽ ഒരുപാട് കാലം ഇങ്ങനെ കൊണ്ടു നടന്നു. അതാണ് ഞാൻ 10ാം ക്ലാസ്സിന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ കേട്ട ഒരു സാധനം ഞാൻ ഇപ്പോഴും പറയുന്നത് എന്ന് പറയാം. അപ്പൊ അതെന്നിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കി. അത്തരം അപൂർണ്ണമായ പ്രകൃതിയിൽ പിന്നെ ഫുള്ള് ഞാനിതിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എവിടെയും ആ അപൂർണതയും എവിടെയും അതാണ് ആ പൂർണ്ണതയാണ് അതിന്റെ പൂർണ്ണത എന്ന് മനസ്സിലാക്കുകയും ഇതിന് പിന്നില് ഒരു സൃഷ്ടാവുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വരാൻ തുടങ്ങി. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതൊരു റിസർച്ച് ആയിരുന്നു. എല്ലായിടത്തും പോയാണ്ട് ഇങ്ങനെ നോക്കുക. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ജീവികളെ ഇതേപോലെ ഞാൻ നോക്കിയിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു ജീവികളടക്കം ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ എന്റെ കൂടെയുള്ള കുട്ടികളോടും ഇതേപോലെ പറയും. ഈ ജീവിനെ നോക്ക്. ഇപ്പൊ എന്റെ മക്കളോടും പറയാറുണ്ട്. ഓരോ ജീവികളെ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും. ഇതൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, ഇതൊരു സൃഷ്ടി നടന്നിട്ടുണ്ടല്ലോ ഇതിന്റെ പിന്നില് എന്നുള്ളൊരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവികളെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. എന്താന്ന് വെച്ചാല് ഓരോ ജീവികൾ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടാവും. നമ്മളിവിടെയൊക്കെ വേട്ടാളൻ എന്ന് പറയുന്ന കുഞ്ഞു ജീവിയുണ്ട്. അത് വന്നിട്ട് അതിന്റെ കൂടുണ്ടാക്കണതും അതിന്റെ വീടുണ്ടാക്കണതും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഓരോ ജീവികൾ ഇങ്ങനെ ഇപ്പൊ മക്കൾ ഇന്നാളുണ്ടായിരുന്നു ഈ ലേഡി ബഗ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൊരു ജീവിയില്ലേ, അത് ഒരു മുത്ത് പോലെ തോന്നും കണ്ടാല്. അതിങ്ങനെ ചെടിയുമിലൊക്കെ ഉണ്ടാവും, വീട്ടിനകത്തൊക്കെ ചിലപ്പോ ഇങ്ങനെ കയറും. അതിങ്ങനെ അരിച്ചു പോണത് നമുക്ക് അറിയില്ല, വളരെ സ്ലോ ആയിട്ടാണ് പോണത്, പക്ഷെ അത് ഭയങ്കര സ്പീഡിലാണ് പോണത്. അങ്ങനെ ഓരോ ജീവിനെയും ഇപ്പൊ ചത്തു കിടക്കണ തുമ്പി അതുപോലെ പൂമ്പാറ്റയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ചിറകും കാര്യങ്ങളും ഒക്കെ ഓരോന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇത് ഇങ്ങനെ ഉണ്ടാവും ഇത് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് ഉറുമ്പുകളാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ജീവിയില് ജീവൻ എന്നുള്ള ഒരു സാധനം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവയ്ക്കെല്ലാം ജീവികളാവാൻ പറ്റിയത് എന്നുള്ളൊരു ചിന്തയാണല്ലോ വന്നത്. ഈ ഒരു സാധനത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതിനകത്തേക്ക് ജീവൻ കൊടുക്കുമ്പോഴാണല്ലോ അത് ജീവിയായി മാറുന്നത്. ജീവനുള്ള എല്ലാ ആളുകളുമാണ്, നമ്മളൊക്കെ ജീവികളാണ്. നമ്മളിലൊക്കെ എന്തുണ്ട്, ജീവൻ എന്നുണ്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ അത് ഇടണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആർക്കും കഴിയണില്ല. നമുക്കൊരു സാധനം ഉണ്ടാക്കാം, ഒരു എന്താ പറയാ, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയും ഒരു ഡോള് പോലത്തെ സാധനമേ ആവുള്ളൂ. അതിന്റെയൊക്കെ ഒരു രൂപമേ ആവുന്നുള്ളൂ. അതിന് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്നില്ല. ആ ജീവൻ കൊടുക്കുന്നു എന്നുള്ളൊരു അവസ്ഥ എന്നില് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. പിന്നെ ഞാൻ ചെറുതാവുമ്പോ ഇതേപോലെ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താ, അല്ല അത് ആ സമയത്താ. അപ്പോ പിന്നെ ഈ ഒരു പ്രാണി ഇങ്ങനെ ഈ വിളക്കത്ത് പ്രാണി വരില്ലേ, ലൈറ്റിൽ ഇങ്ങനെ പ്രാണി വരില്ലേ, അങ്ങനെ ഒരു പ്രാണി രാത്രി സമയത്ത് വന്നു. ഞാൻ എന്തോ ഇങ്ങനെ ചെയ്തപ്പോ അത് ചത്തുപോയി. എന്തോ ഇങ്ങനെ തട്ടിയപ്പോ അത് ചത്തുപോയി. അങ്ങനെ അതിന്റെ ജീവൻ പോയി. അപ്പൊ എനിക്കത് ഭയങ്കര പേടി തോന്നി. കാരണം അതിനകത്തേക്ക് ആ ജീവനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള ചിന്ത. കാരണം ആ ജീവിക്കകത്ത് ജീവൻ എന്ന് പറഞ്ഞ ഒരു അത്ഭുതമുണ്ട്. അത് എത്ര ചെറിയ സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈവൻ കൊതുകാണെങ്കിലും ഉറുമ്പാണെങ്കിലും അതിലേറെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ലൈറ്റിൽ വന്നിരിക്കുന്നത് കാണാം. നമ്മൾ വായിക്കുമ്പോൾ പുസ്തകത്തിനകത്തൊക്കെ വന്നിരിക്കുന്നത് കാണാം അല്ലെ. അപ്പൊ ആ സാധനം അതിൽ അതില് വന്നിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൽ വളരെ സൂക്ഷ്മമായിട്ട് ഒരു ജീവൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ കണിക നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് ആ സാധനം ഈ ഭൂമിയായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നമ്മളുടെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശ്വാസമാണ് അല്ലേ. അതാണ് ജീവനോട് കൂടി നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത്. ആ സാധനം നിൽക്കുന്നതോട് കൂടിയിട്ട് ഈ ഭൂമിയായിട്ടുള്ള കണക്ഷൻ നമ്മൾക്ക് വിട്ടുപോയി. അപ്പൊ ആ സാധനം വിട്ടുപോയല്ലോ, ആ ജീവൻ ഇവിടുന്ന് പോയല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കര പേടി ഉണ്ടാക്കി. അപ്പൊ എന്റെ കൈ തട്ടിയിട്ട് ഒരു പ്രാണി പിന്നെ ചത്തുപോയപ്പോ ഒരു പ്രാണി ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. അമ്മ ഇപ്പൊ അടുത്ത് എന്റെ മക്കളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഉമ്മ ഉണ്ടല്ലോ ഭയങ്കര നിങ്ങളെ ഉമ്മ പിന്നെ ചെറുതാവുമ്പോ ഒരു പ്രാണീനെ കൈ വെച്ച് തട്ടിയിട്ട് അത് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഒരുതരം ബോധക്ഷയം പോലെ ഒരു അവസ്ഥ വന്നുപോയി. കാരണം ഈ ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കിയ ഒരു പേടിയാണ് സത്യം പറഞ്ഞാല്. ആ ഒരു കുട്ടി എന്നുള്ളൊരു അവസ്ഥയിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇത് വന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കുട്ടികൾ എന്നിട്ട് അതിശയത്തോട് കൂടിയിട്ട് അങ്ങനെ സംഭവിച്ചോ എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ശരിക്കും ഉണ്ടായ സംഭവം തന്നെയാണ്. ഇപ്പോഴും അതന്ന് എല്ലാവരും കളിയാക്കിയ ഒരു സാധനമായിരുന്നു. പിന്നെ ഇപ്പൊ അടുത്ത് ഇതിങ്ങനെ വീണ്ടും അമ്മ അങ്ങനെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു ജീവിക്കകത്ത് ജീവൻ എന്നുള്ളത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കി. യൂണിവേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രപഞ്ചം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിശയം ഉണ്ടാക്കി. പ്രകൃതിയും ചെടികളും പൂക്കളും ഇതൊക്കെ എന്നിൽ അത്ഭുതം ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു.
അങ്ങനെ നമ്മൾ പ്രകൃതി ഒരാൾക്ക് ഒന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് ഒരാൾ വന്നു എന്ന് വിചാരിക്കാം. ഭൂമിയിലേക്ക് ഒരാളെ പടച്ചോൻ പറഞ്ഞയച്ചു. അയാൾക്ക് കാണാനും അയാൾക്ക് കേൾക്കാനും ഉള്ളതാണ് ഈ പ്രകൃതി മൊത്തം ഉള്ളത്. അയാൾ കാണുന്ന ആകാശം, അയാൾ കാണുന്ന ഭൂമി, അയാൾ കാണുന്ന ഓരോ സാധനങ്ങളും അയാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത്? ഞാന് ഇപ്പോ നമുക്കറിയാലോ, സൂറത്ത് അൻആമിൽ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിൽ 75 മുതൽ 79 വരെയുള്ള ആയത്തില് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ആദ്യം സൂര്യനെ നോക്കി അസ്തമിക്കുന്ന ഒന്നും എന്റെ സൃഷ്ടാവല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചന്ദ്രൻ വരുന്നുണ്ട്, നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അസ്തമിച്ചു പോകുന്നതൊന്നും എനിക്ക് എന്റെ സൃഷ്ടാവായിട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള ഒരു വലിയ ഒരു ഭയങ്കര എന്താ പറയാ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതല്ല എന്റെ സൃഷ്ടാവ്, എന്നെ പഠിച്ചോൻ, എന്നെ പടച്ചവൻ ഇതൊന്നുമല്ല, ഈ ഭൂമിയിൽ കാണുന്ന അസ്തമിച്ചു പോകുന്നതൊന്നുമല്ല എന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് പിന്നീടാണ് ഞാൻ ഈ ആയത്ത് കാണുന്നത്. പിന്നീടാണ് ഖുർആൻ ഓതുമ്പോൾ ഞാൻ ഈ ആയത്ത്, എനിക്കത് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എന്നിലും ഈ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടല്ലോ. സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി കാണുമ്പോൾ അവനോട് പറയുന്ന ഈ അത്ഭുതങ്ങളൊക്കെ തന്നെയും ആരാണ് എന്നുള്ള ചോദ്യം ഉണ്ടാക്കിക്കും. അതേപോലെ തന്നെ ഈ പ്രകൃതി, ഈ അത്ഭുതം രണ്ടാമത് നമ്മളോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്. നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്? ആ ചോദ്യത്തിന് പ്രകൃതി തന്നെ നമ്മളോട് ഉത്തരം പറയുന്ന ഒന്നുണ്ട്, ഞാനല്ല നിന്നെ ഉണ്ടാക്കിയത് എന്നുള്ളത്, ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത് എന്നുള്ളത്. അതൊരു ഭയങ്കരമായ ഉത്തരമായിട്ട് എനിക്ക് തോന്നി. ആ ചോദ്യം നമ്മളെടുത്തുനിന്ന് വന്നിട്ടുണ്ടോ, ആ ഉത്തരം നമുക്ക് ലഭിക്കും. ചോദ്യവും ഉത്തരവും ഒരു സ്ഥലത്ത് നിന്ന് നിർഗളിക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും. കാരണം ഒരു ചോദ്യത്തിന് പിന്നാലെ നമ്മൾ എത്രത്തോളം നടക്കുന്നുവോ ആ ചോദ്യം തന്നെ നമ്മളിൽ ഉത്തരമായി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നിൽ നിന്ന് ആ ചോദ്യം ഒരുപാട് തവണ ഈ പ്രകൃതിയെ കാണുമ്പോഴത്തെ വർഷങ്ങളോളം കൊണ്ടു നടന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം, ആ ചോദ്യം വന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ അതിന്റെ ഉത്തരവും വന്നു. ഞാനൊന്നുമല്ല നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാനൊന്നുമല്ല ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അതൊരു ഭയങ്കര മൊമെന്റ് ആണ്. ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനല്ല എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള മൊത്തം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. ലാ ഇലാഹ, ലാ ഞാനല്ല ഇതൊന്നുമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന എന്റെ ഒരു ഭാവം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു ഈ ഇലകൾ ഇളകുന്നുണ്ട്, പൂക്കൾ ഇളകുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, തിരമാലകള് എന്താ പറയാ അടിച്ചു വീശുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കൊരു ലാ ലാ എന്ന നോ അല്ല ഞാനല്ല എന്നുള്ളത്. ഇല ഇളകുമ്പോ ഞാന് ഒരു ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ഉള്ളതാണ് നമ്മളുടെ ആലിലക്ക്. ഈ ആലില വിറയ്ക്കുന്നത് ഞാന് എനിക്ക് കവിതകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കവിതയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആലുകൾ ഇങ്ങനെ ഈ വിറയ്ക്കുന്നത് അതിന്റെ ഒരു ഉപമാലങ്കാരം അതിന് ഇന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലൊക്കെ പല കവിതകളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്താന്ന് വെച്ചാല് ഒരു എന്താ പറയാ ഒരു സ്പിരിച്വൽ കണക്ഷൻ, അങ്ങനെയാണല്ലോ, ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഈ ആലിലക്ക്. ശ്രീകൃഷ്ണൻ ആലില കണ്ടിട്ടില്ലേ? ശ്രീകൃഷ്ണനും ആലിലയും കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ആലില നമ്മളോട് പറയുന്നത്, ആലിനെ ആരാധിക്കാൻ പോകുമ്പോ ആല് നമ്മളോട് പറയുന്നത് അല്ല എന്ന്. ആല് എപ്പോഴും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ആലില ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനല്ല നിങ്ങളെ ദൈവം എന്ന്. ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ് നിന്റെ ദൈവം എന്ന് ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഞാനല്ല നിന്റെ ദൈവം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഒരു മൊമെന്റ്. അതാ ചോദ്യവും ഉത്തരവും ഒരേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായി. അതായിരുന്നു തൗഹീദിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ചുറ്റുവട്ടം നമ്മൾ പലതും കേൾക്കുമ്പോഴും നമ്മളിൽ നിന്ന് അതിന്റെ ഉത്തരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ആ ഉത്തരം നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതൊരു എന്താ പറയാ ഒരു യുറീക്ക മൊമെന്റ് ആണ്. ഞാനെന്തോ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ എന്താ പറയാ ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക്, വിശാലമായ ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ അങ്ങനെ വിശാലമായി കിടക്കുക. നമുക്കൊന്നും അതിന്റെ വ്യാപ്തിയെ പിന്നെ സയൻസ് അതിന്റെ വ്യാപ്തിയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കറക്റ്റ് അത്രയില്ല, ഭയങ്കര കറക്റ്റ് ഒന്നുമല്ല, അത്രയും വിശാലമാണ്. അങ്ങനെ വിശാലമായതിലേക്ക് നോക്കുമ്പോൾ നമ്മളും വിശാലമാകുന്നത് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ വിശാലമാകാൻ പറ്റുന്ന ഒരൊറ്റ സാധനേ പഠിച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അത് നമ്മളുടെ ഹൃദയമാണ്. അത് മാത്രമേ നമുക്ക് വിശാലമാക്കാൻ പറ്റുള്ളൂ, നമ്മളുടെ മനസ്സാണ്. അതിനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വികസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സയൻസ് പറയുന്നത്, ഫിസിക്സ് പറയുന്നത് എല്ലാം ഇങ്ങനെ അകന്നകന്ന് പോവാണ്, എല്ലാതും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ യൂണിവേഴ്സ് ഇങ്ങനെ
പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശാലതയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഉള്ളില് എന്തുണ്ടാകണം? ആ ഒരു വിശാലത ഉണ്ടാകണം. അത് നമ്മളുടെ മനസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. ഈ മനസ്സിനെ നമുക്ക് എത്ര വേണമെങ്കിലും വിശാലമാക്കാൻ പറ്റും. അപ്പോ വിശാലമായി കിടക്കുന്ന ആകാശം കണ്ടപ്പോഴും കടല് കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഉള്ളിലും എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങടെ ഒഴിവാക്കി കിട്ടുക. മനസ്സിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയോ ഉണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു മാറ്റപ്പെട്ട് അതിനെ ഇങ്ങനെ കുറച്ച് എന്താ നീളവും വീതിയും ഒക്കെ കൂടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ എന്താ അത് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ അങ്ങനത്തെ ഒക്കെ പദങ്ങൾ ഉപയോഗിക്കുന്നത്. മനസ്സിങ്ങനെ വിശാലമാകുന്ന ഒരു അവസ്ഥ അത് അനുഭവപ്പെട്ടു. അപ്പോ ആ ഒരു എന്താ പറയാ കാഴ്ചയും ആ ഒരു എന്നിലുണ്ടായ ആ ഒരു കുഞ്ഞു കുഞ്ഞു പഠനങ്ങളും അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ ഒരു മെസ്സേജും അതെന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അടുത്ത ഒരു പഠനത്തിലേക്കാണ് സഹായിച്ചിട്ടുള്ളത്. അടുത്തത് എന്ത് പഠിക്കണം, അടുത്ത് എങ്ങനെ എന്റെ പഠനം അടുത്തതിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഒരു കുഞ്ഞു സ്റ്റെപ്പാണ്. എന്താ പറയാ നമ്മളെ സംബന്ധിച്ച് എല്ലാവരിലും ഇതൊക്കെ ഉണ്ടായി എന്ന് വരാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കുഞ്ഞാകുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ എന്റെ കുട്ടീനെയൊക്കെ കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ തൊട്ടിലിടുമ്പോ അപ്പം മുതലേ നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു മെസ്സേജ് അത്ര ചെറുപ്പത്തിൽ മുതൽ അവർ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ അവരുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് നമ്മൾ ആദ്യം കേൾക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അത് ആദ്യം കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് അന്വേഷിക്കും എന്നുള്ളതാണ്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി അവന് നൽകുന്ന ഉത്തരം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. പ്രകൃതി അവനോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്.